നമസ്കാരം. ഇൻസ്റ്റാമാർട്ട് സേവനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച അധികൃതർ. ഓൺലൈനായി അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമായ ഇൻസ്റ്റാമാർട്ട് സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ്. സ്വിഗ്ഗി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ രാഹുൽ ബോത്രയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഭക്ഷണ വിതരണത്തിനായുള്ള പ്ലാറ്റ്ഫോം ഫീസ് അടുത്തിടെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇൻസ്റ്റാമാർട്ടിലെ നിരക്ക് വർദ്ധിക്കുന്നത്. ഇൻസ്റ്റാമാർട്ടിലെ നിരക്കുകൾ നിലവിലെ 15% നിന്നും ഭാവിയിൽ 20 മുതൽ 22% വർദ്ധിപ്പിക്കുമെന്നാണ് സ്വിഗ്ഗിയുടെ CFO പറയുന്നത്. ഇതോടൊപ്പം പ്ലാറ്റ്ഫോമിലെ പരസ്യങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇൻസ്റ്റാമാർട്ട് പദ്ധതിയിടുന്നുണ്ട്. ഇത് കമ്പനിയുടെ മാർജിൻ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകും. പുതുക്കുന്ന നിരക്കുകൾ എപ്പോൾ മുതൽ ആണ് ഈടാക്കാൻ തുടങ്ങുക എന്ന് രാഹുൽ ബോത്ര പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ 199 രൂപയ്ക്ക് താഴെ വിലയുള്ള എല്ലാ ഓർഡറുകൾക്കും ഡെലിവറി ഫീസ് 30 രൂപയും കാർഡ് ഫീസ് 15 രൂപയും ഹാൻഡ്ലിംഗ് ചാർജ് 6 രൂപ 50 പൈസയുമാണ്. സ്വിഗ്ഗിയുടെ എതിരാളികളായ സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിങ്കിറ്റ്, സെപ്റ്റോ എന്നിവ 200 രൂപയിൽ താഴെയുള്ള ഓർഡറുകൾക്ക് 30 രൂപയും വലിയ ഓർഡറുകൾക്ക് 16 രൂപയും ഡെലിവറി ഫീസ് ഈടാക്കുന്നുണ്ട്. 99 രൂപയ്ക്ക് താഴെയുള്ള ഓർഡറുകൾക്ക് 35 രൂപയാണ് നിരക്ക്. ഫുഡ് ഡെലിവറി ഓർഡറുകളുള്ള പ്ലാറ്റ്ഫോം ഫീസ് 2023 ഏപ്രിലിൽ സ്വിഗ്ഗി ഒരു ഓർഡറിന് 2 രൂപയായി നിശ്ചയിച്ചിരുന്നു. ഇത് 18 മാസത്തിനുള്ളിൽ 5 ഇരട്ടി വർദ്ധിപ്പിച്ച് 10 രൂപയാക്കിയിട്ടുണ്ട്. ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സൊമാറ്റോ ഉത്സവ സീസണിന് മുന്നോടിയായി 10 രൂപ പ്ലാറ്റ്ഫോം ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. രണ്ടാം പാദത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സ്വിഗ്ഗിയുടെ വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2763.33 കോടി രൂപയിൽ നിന്നും 30% വർദ്ധിച്ച് 3601 കോടി രൂപയായിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനവും 3222 കോടി രൂപയായിരുന്നു. കൂടാതെ 657 കോടി രൂപയിൽ നിന്നും 625 കോടി രൂപയായി നഷ്ടം കുറയുകയും ചെയ്തിട്ടുണ്ട്.